നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനോട് കൊടും ക്രൂരത. 6 ദിവസത്തോളം അടച്ചിട്ട മുറിയിൽ പട്ടിണിക്കിട്ട് മർദ്ദിച്ചു. സംഭവം ഊർക്കുളം കാടിന് സമീപം അനധികൃതമായി പ്രവർത്തിക്കുന്ന ഫാം സ്റ്റേയിൽ. യുവാവിനെ മോചിപ്പിച്ചത് ആദിവാസി ദളിത് സംഘടനാ നേതാക്കളും ജനകീയ വികസന മുന്നണി പ്രവർത്തകരും ചേർന്ന്. ഹോം സ്റ്റേ, മദ്യം, മയക്കുമരുന്ന് അനാശാസ്യ കേന്ദ്രം, പ്രായപൂർത്തിയാകാത്തവരുൾപ്പെടെ നിരവധി വടക്കേ ഇന്ത്യൻ പെൺകുട്ടികളെയും SC/ST സംഘടനാ നേതാക്കൾ മോചിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് VK ശ്രീകണ്ഠൻ MP. പരാതിക്കാരിയെ അവഹേളിക്കുന്നത് തന്റെയും കോൺഗ്രസിന്റെയും സംസ്കാരമല്ല. തന്നെ സ്ത്രീവിരോധിയായി ചിത്രീകരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചെന്നും VK ശ്രീകണ്ഠൻ. സൈബർ ആക്രമണത്തിനെതിരെ കോൺഗ്രസ് നേതാവ് T സിദ്ദിഖ്. വില കുറഞ്ഞ ശൈലിയായ സൈബർ ആക്രമണം ഭീരുത്വം. സൈബർ ആക്രമണത്തിനെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും T സിദ്ദിഖ്. വടക്കന്തറ വ്യാസവിദ്യാപീഠം പ്രൈമറി സ്കൂളിൽ പൊട്ടിത്തെറിച്ച സ്ഫോടക വസ്തു RSS നിർമ്മിതമെന്ന CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. സ്കൂളിനരികിലെ RSS കാര്യാലയം റെയ്ഡ് ചെയ്താൽ മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്താനാകും. വിദ്യാലയത്തിൽ ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ സ്കൂൾ മാനേജറെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DDE ഓഫീസിലേക്ക് CPM മാർച്ച്. കോലവും കുറ്റിച്ചൂലുമായി പാലക്കാട് MLA ഓഫീസിലേക്ക് AIYF മഹിളാ സംഘം മാർച്ച്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു. MLAയെ കുറ്റിച്ചൂൽ കൊണ്ട് അടിച്ചു പുറത്താക്കുമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ BJP നേതൃത്വത്തിലും പ്രതിഷേധം. ഷൊർണൂർ പരുത്തിപ്ര വാടനകുറിശി റോഡ് തകർച്ച. നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച വിജിലൻസിന് കോൺഗ്രസിന്റെ പരാതി. നിർമ്മാണം പൂർത്തിയായി 1 വർഷം പിന്നീട് മുമ്പ് റോഡ് തകർന്നത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം. തകർച്ചയും പൊടിശല്യവും രൂക്ഷമായ കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ അടിയന്തര അറ്റകുറ്റപ്പണി നടത്തണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പള്ളം നിവാസികളുടെ യാത്രാ പ്രതിസന്ധി സംബന്ധിച്ച് BJP ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഒറ്റപ്പാലം നഗരസഭ. റെയിൽവേ വഴിയടച്ച സംഭവത്തിൽ നഗരസഭയ്ക്കെതിരെ BJP രംഗത്ത് വന്നത് ദുഷ്ടലാക്കോടെ. വഴി പ്രശ്നത്തിൽ 2024 നഗരസഭ കൌൺസിൽ തീരുമാനപ്രകാരം റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നുവെന്ന ചെയർപേഴ്സൺ. കാര്യങ്ങൾ അറിഞ്ഞിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ആക്ഷേപം. വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. പെരുമ്പിടാവിൽ നിന്ന് പിടികൂടിയത് മുളയങ്കാവ് സ്വദേശി മുഹമ്മദ് ഷഫീഖ്. വധശ്രമക്കേസിൽ പ്രതിയായ ചെറുതുരുത്തി സ്വദേശിയും ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. പറളി ഓടന്നൂരിൽ പതിപ്പാളത്തിന് സമീപം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 പേരെ മങ്കര പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. വാർത്തകൾ വിശദമായി. മുതലമടയിൽ ആദിവാസി യുവാവിനെ 6 ദിവസത്തോളം അടച്ചിട്ട മുറിയിൽ പട്ടിണിക്കിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. പഞ്ചായത്തിലെ 10ാം വാർഡ് മൂച്ചക്കുണ്ട് ചമ്പക്കുഴിയിൽ കറുപ്പന്റെ മകൻ വെള്ളയനാണ് കൊടും ക്രൂരതയ്ക്കിരയായത്. മുതലമട പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഊർക്കുളം കാട്ടിന് സമീപം അനധികൃതമായി പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ ഗേറ്റ് വേ ഫാം സ്റ്റേയിലാണ് സംഭവം. അവിടെ ജോലി ചെയ്യുന്ന തിരുനാവക്കരസ് എന്നയാൾ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദിവാസി ദളിത് സംഘടനാ നേതാക്കളായ ശിവരാജൻ, മാരിയപ്പൻ നീലിപ്പാറ, ജനകീയ വികസന മുന്നണി നേതാക്കൾ, 10ാം വാർഡ് മെമ്പർ കൽപ്പനാദേവി, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ, കാളിയമ്മ, ചിത്ര, ശാന്താമണി എന്നിവരുടെ നേതൃത്വത്തിൽ 100ഓളം നാട്ടുകാർ ചേർന്ന് അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് ഹോം സ്റ്റേയിൽ പട്ടിണിക്കിട്ട് മർദ്ദിച്ചിരുന്ന വെള്ളയനെ കണ്ടെത്തി മോചിപ്പിച്ചത്. തുടർന്ന് കൊല്ലങ്കോട് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് നിർദ്ദേശപ്രകാരം വെള്ളയൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പാലക്കാട് ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 6 ദിവസമായി ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് ഹോം സ്റ്റേ അധികൃതർ മർദ്ദിക്കുകയായിരുന്നെന്ന് ആദിവാസി ദളിത് സംഘടനാ നേതാക്കൾ പറഞ്ഞു. വർഷങ്ങളായി അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേ
അനാശാസ്യ മദ്യം മയക്കുമരുന്ന് കേന്ദ്രമാണെന്ന് ആദിവാസി നേതാക്കൾ പറയുന്നു. പെൺവാണിഭ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 15 വയസ്സ് മുതൽ 18 വയസ്സുവരെയുള്ള വടക്കേ ഇന്ത്യൻ പെൺകുട്ടികളെ ഇവിടെ പാർപ്പിച്ച് അനാശാസ്യ പ്രവർത്തനം നടത്തിവരികയായിരുന്നു. ഈ പെൺകുട്ടികളെയും സംഘടനാ നേതാക്കൾ മോചിപ്പിച്ചു. ശിവരാജൻ ഗോവിന്ദാപുരം, മാരിയപ്പൻ നീലിപ്പാറ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവി എന്നിവരുടെ നേതൃത്വത്തിൽ ഹോം സ്റ്റേ വളഞ്ഞ ശേഷമാണ് അനാശാസ്യ കേന്ദ്രത്തിൽ നിന്ന് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയത്. കുത്തരങ്ങായി മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ടവരൊന്നും ശരിക്കും പണിയെടുക്കുന്നില്ല. വർഷങ്ങളായി ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശക്തമായ നടപടി എടുക്കാത്ത പക്ഷം ജനങ്ങൾ തെരുവിലിറങ്ങി ഇവിടെ വന്ന് കൈകാര്യം ചെയ്യേണ്ട കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ഒരു ആദിവാസി 5 ദിവസം അടച്ചു വെച്ചിട്ട് ഒരു ചോദിക്കാമെന്ന ഒരു നിസ്സാരവൽക്കരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. വന്നവരെ പോലും വല്ലാതെ അവഹേളിക്കുന്ന തരത്തിൽ. ഹോം സ്റ്റേ നടത്തിപ്പുകാരനായ പ്രഭുവും സംഘവും ഓടി രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കന്തറ വ്യാസവിദ്യാപീഠം പ്രൈമറി സ്കൂളിൽ ബോംബ് കണ്ടെത്തിയതിന് പിന്നിൽ RSS എന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. സ്കൂളിനരികിലുള്ള RSS കാര്യാലയം റെയ്ഡ് ചെയ്താൽ കൂടുതൽ മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്താനാകുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. വിദ്യാലയ പരിസരത്ത് ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ സ്കൂൾ മാനേജരെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് CPIM പാലക്കാട് DD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു EN സുരേഷ് ബാബു. സ്ഫോടക വസ്തുവിന് പിന്നിൽ RSS ആണെന്ന് വ്യക്തമാണെന്ന് സുരേഷ് ബാബു പറഞ്ഞു. മനുഷ്യരെ മൃഗീയമായി കൊല്ലാനുള്ള പരിശീലനം RSS സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂളിനരികിലുള്ള കാര്യാലയം റെയ്ഡ് ചെയ്താൽ മാരകായുധങ്ങളും ബോംബുകളും കണ്ടെത്താനാകുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഗുണ്ടാ സംഘങ്ങളെ വളർത്തി നഗരത്തെ കൈപ്പിടിയിലൊതുക്കാനും രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനുമുള്ള പരിശീലനം ബോംബ് കണ്ടെത്തിയ വിദ്യാലയം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്നും സുരേഷ് ബാബു കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ ശത്രുക്കളെ അതിലൂടെ വകവരുത്തുക, ഏത് തരത്തിലും മൃഗീയമായ മാരകമായ ആയുധങ്ങൾ കൊണ്ട്, സ്ഫോടക വസ്തുക്കൾ കൊണ്ട് രാഷ്ട്രീയ ശത്രുക്കളെ ആക്രമിക്കാനും അതിലൂടെ കൊട്ടേഷൻ സംഘങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ഈ ടൗണിനെ അവരുടെ പരിധിയിൽ നിർത്താനുമുള്ള കാലാകാലത്തെ ശ്രമം, ആ ശ്രമമാണ് ഇപ്പോഴും RSS ഈ നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ ബോംബിന്റെ നിർവ്വഹണം. RSSന്റെ കാര്യാലയത്തിൽ പലതും നടക്കുന്നുണ്ട്. CPM ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് CP പ്രമോദ്, അഡ്വക്കേറ്റ് ചിഞ്ചു ജോസ്, V സരള എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോലവും കുറ്റിച്ചൂലുമായി പാലക്കാട് MLA ഓഫീസിലേക്ക് AIYF മഹിളാ സംഘം മാർച്ച്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറ്റിച്ചൂൽ കൊണ്ട് അടിച്ചു പുറത്താക്കുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് പറഞ്ഞു. സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മഹിളാ സംഘം AIYF പ്രവർത്തകർ MLA ഓഫീസ് മാർച്ച് നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ചു പുറത്താക്കുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് പറഞ്ഞു. സ്ത്രീ സമൂഹത്തോടും വോട്ടർമാരോടും രാഹുൽ മാപ്പ് പറയണം. ജനപ്രതിനിധിയുടെ സത്യപ്രസ്താവനയിൽ രാഹുൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. വിവിധ കാര്യങ്ങൾ പറഞ്ഞ് ദിവസം നിരവധി തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾവലിഞ്ഞു. ഷാഫി പറമ്പിലിൻ്റെ പ്രൊഡക്റ്റാണ് രാഹുൽ. ആ നിലയ്ക്ക് ഷാഫിക്ക് മറുപടി പറയാൻ ബാധ്യതയുണ്ടെന്നും രാഹുൽ പാലക്കാട്ടെത്തിയാൽ പ്രതിരോധിക്കുമെന്നും സുമലത മോഹൻദാസ് വ്യക്തമാക്കി. ഈ MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ ഈ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള മഹിളാ സംഘവും AIYF എന്ന പ്രസ്ഥാനവും ഉണ്ടാകും. അവർക്ക് പിന്തുണയുമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലക്കാട് ജില്ലയിൽ ഉറക്കെ ഈ അവസരത്തിൽ അത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതൊരു നയമാണ്. കാരണം ഈ പാലക്കാടിന് രാഹുൽ വേണ്ട, ആ വേണ്ട എന്നുള്ള മുദ്രാവാക്യമാണ്. കാരണം രാത്രി കാലങ്ങളിൽ ഇവരുടെ ഒരു പ്രതീതി എന്താണെന്ന് നമ്മൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ വിശദീകരിക്കാൻ ഞാൻ താല്പര്യമെടുക്കുന്നില്ല. കാരണം അത് ഈ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ അത് വിശദീകരിക്കുന്നത് വെറും നാണം കെട്ട ഏർപ്പാടാണ്. AIYF ജില്ലാ പ്രസിഡന്റ് P നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ഷാജഹാൻ, A പ്രഭാവതി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെരുപ്പുമാല അണിയിച്ച MLAയുടെ കോലം കുറ്റിച്ചൂലുകൊണ്ടടിച്ച ശേഷം കത്തിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കുളപ്പുള്ളിയിൽ BJP പ്രകടനം നടത്തി.
രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് പ്രകടനത്തിന് നേതൃത്വം നൽകിയ BJP നേതാക്കൾ വ്യക്തമാക്കി. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം BJP ജില്ലാ വൈസ് പ്രസിഡന്റ് MP സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ വിഷയത്തിൽ എക്കാലത്തും കുപ്രസിദ്ധരാണ് കോൺഗ്രസ് നേതാക്കളെന്ന് സതീഷ് കുമാർ ആരോപിച്ചു. സ്ത്രീത്വത്തിന് വില കൽപ്പിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരാൻ അർഹനല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും വരെ BJP പ്രക്ഷോഭം തുടരുമെന്നും സതീഷ് കുമാർ വ്യക്തമാക്കി. അവനെ തെണ്ടി എന്നല്ലാതെ തെമ്മാടി എന്നല്ലാതെ എന്ത് നാമധേയം അവനെ വിളിക്കാൻ സാധിക്കും? കേരളത്തെ നാണം കെടുത്തി, കേരളത്തിലെ പൊതുസമൂഹത്തെ നാണം കെടുത്തി, ചെറുപ്പക്കാരെ നാണം കെടുത്തി, സ്ത്രീകളെ അപമാനിച്ച ആ നെറികെട്ട നാണം കെട്ടവനെ തെമ്മാടി തെണ്ടി എന്നല്ലാതെ എന്ത് നാമം വിളിക്കാൻ പറ്റും? അത്ര അപഹാസ്യമല്ലേ അവൻ ചെയ്തിരിക്കുന്നത്. ഓരോ സ്ത്രീകളുടെ അഭിപ്രായം ഫോൺ വിളികൾ മാത്രമല്ല, ഇന്ന് വേറെ ഒരു സ്ത്രീ ലൈവായിട്ട് ആ സ്ത്രീക്ക് ഗർഭമുണ്ടാക്കി ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി വരെ അവൻ സ്വീകരിച്ചു. അപ്പോൾ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയകളിലും പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടാവും. അവൻ ആ സ്ത്രീയുമായി സംഭാഷണം വളരെ ലാഘവത്തോടുകൂടി ഒരു സ്ത്രീത്വത്തെ അപമാനിച്ച് സ്ത്രീകളെയെല്ലാം അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവണതയല്ലേ അവന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ കുട്ടിയുണ്ടാകും. ആ സ്ത്രീ പറയുന്നു, ഈ കുട്ടിയെ ഞാൻ വളർത്താൻ പാടില്ല, അപ്പൊ എനിക്ക് നാണക്കെടാവില്ലേ? അതുകൊണ്ട് ആ കുട്ടിയുടെ ഇല്ലാതെയാക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടം എന്ന ആ നെറികെട്ടവൻ പറയുന്ന വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരമൊരു MLA ഈ നാടിനെ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ അപമാനമല്ലേ? BJP മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, മണ്ഡലം പ്രസിഡന്റ് അശ്വതി എന്നിവർ ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ഷാഫി പറമ്പിലിന്റെയും ചിത്രം കത്തിച്ചു. ജില്ലാ സെക്രട്ടറി K. പ്രസാദ്, OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുകുട്ടൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി A. ഗോപകുമാർ, ജില്ലാ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ രാജേഷ് വെള്ളോത്ത്, മണ്ഡലം സെക്രട്ടറി വിജു കൂനത്തറ, ഏരിയ പ്രസിഡന്റുമാരായ മനോജ് ആറാണി, വേലുദാസ് ചളവറ, ഹരീഷ് മുണ്ടായ, ഏരിയ ജനറൽ സെക്രട്ടറി റിനു റാം, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി KT രവിദാസ്, സത്യൻ കണയം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് VK ശ്രീകണ്ഠൻ MP. പരാതിക്കാരെ അവഹേളിക്കുന്നത് തന്റെയും കോൺഗ്രസിന്റെയും സംസ്കാരമല്ല. തന്നെ സ്ത്രീവിരോധിയായി ചിത്രീകരിക്കാനും ചില മാധ്യമങ്ങൾ ശ്രമിച്ചെന്ന് ശ്രീകണ്ഠൻ പറഞ്ഞു. പരാതിക്കാർ മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് മാധ്യമങ്ങളാണ്. അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തതെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഇതിനെ മാധ്യമങ്ങൾ തന്നെ സ്ത്രീവിരോധിയാക്കി മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴുള്ളത് ആരോപണങ്ങൾ മാത്രമാണ്. നിയമവിരുദ്ധത ആരിൽ നിന്നുണ്ടായാലും അംഗീകരിക്കില്ല. പരാതിക്കാരുടെ പേര് തന്നെ കൊണ്ട് പറയിക്കാനുള്ള കുതന്ത്രമാണ് ചില മാധ്യമങ്ങൾ നടത്തിയത്. അത് വിലപ്പോകില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വിവാദമുണ്ടാക്കലാണ് നടക്കുന്നതെന്നും MP VK ശ്രീകണ്ഠൻ പാലക്കാട്ട് പറഞ്ഞു. കാര്യത്തെക്കുറിച്ച് വിശദമായി നിങ്ങൾ വീണ്ടും പരാമർശിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ നോക്കണം. മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ? അതുപോലെ തന്നെ അവരുടെ മറ്റ് പല ഫോട്ടോസും പ്രസിദ്ധീകരിച്ചത് നിങ്ങളല്ലേ എന്നാ ഞാൻ ചോദിച്ചത്. അതായത് മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു. ആരാ കൊടുത്തത്? നിങ്ങളല്ലേ. നിങ്ങൾക്കറിയില്ല ആരേതൊക്കെ മന്ത്രി എനിക്ക് ആക്ഷേപിക്കുകയെ വനിതയല്ല പുരുഷനെയോ അവമാനിക്കുന്ന ശൈലി എന്റെ ഇല്ല. എന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീക്കെതിരായിട്ട് മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ആക്ഷേപം വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അവര് പറഞ്ഞ പരാതി അത് പുകമറയാണ്. സത്യത്തിൽ രേഖാമൂലം ഒരു പരാതി ഇല്ലാതെ തന്നെ കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഗുരുതരമായ കുറ്റം നിയമവിരുദ്ധമായി ചെയ്താൽ ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ കൊടുത്തത് എന്താണ്? രാഹുലിനെ ന്യായീകരിച്ച് ശ്രീകണ്ഠൻ, രാഹുലിനെ സംരക്ഷിച്ച് ശ്രീകണ്ഠൻ, രാഹുലിനെ വെള്ളപൂശി ശ്രീകണ്ഠൻ. ഞാൻ എവിടെയാ പറഞ്ഞത്? ഞാൻ ഒരു വെള്ളയും പൂശിയിട്ടില്ല. ഒരു വ്യക്തിക്ക് കിട്ടേണ്ട നിയമപരമായിട്ടുള്ള സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടണം. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം അത് രേഖാമൂലമല്ല, നിയമവ്യവസ്ഥയുടെ മുമ്പിലല്ല,
ഒരു പോലീസ് സ്റ്റേഷനിലല്ല. എന്നിട്ടും കോൺഗ്രസ് പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ നടപടി എടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. മറുപടി പറയണ്ടല്ലോ. ഞാൻ ഒരിക്കലും ആ സ്ത്രീ പരാതി കൊടുത്തവരെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. കാര്യം പറയട്ടെ, നിങ്ങൾ കൊടുത്ത വാർത്ത കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ സംസാരിച്ചതിന് ഞാൻ ചാനലുകാർ കൊടുത്തില്ലേ, മന്ത്രിമാരോടൊപ്പം നിൽക്കുന്നത് നിങ്ങളല്ലേ കൊടുത്തതെന്നാ ചോദിച്ചത്. അല്ല, ഞാൻ കൊടുത്തു എന്നാ പറഞ്ഞത്. നിങ്ങൾ കൊടുത്തത് നിങ്ങളല്ലേ കൊടുത്തത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സൈബർ ആക്രമണം വില കുറഞ്ഞ രാഷ്ട്രീയ ശൈലിയും ഭീരുത്വവുമെന്ന് കോൺഗ്രസ് നേതാവ് ടി സിദ്ദീഖ്. രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും സൈബർ ആക്രമണം നടത്തുന്നത് ആശാസ്യമല്ല. സൈബർ ആക്രമണത്തിനെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ടി സിദ്ദീഖ് തൃശൂരിൽ പറഞ്ഞു. വ്യത്യസ്തമായ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ആ സൈബർ ആക്രമണത്തിന് വിധേയമാകുന്ന രീതി ഒരിക്കലും ശരിയല്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരാതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പലർക്കും. അത് അത്തരം പോസ്റ്റുകൾ സൈബർ മേഖലയിലിട്ട് പ്രചോദനം ചെയ്യുന്നതും ആളുകളെ ആക്രമിക്കുന്നതും അത്തരം ആളുകൾ ഗൗരവമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളത് ഇപ്പോൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും സൈബർ മേഖലയിൽ ആശാസ്യകരമല്ലാത്ത രീതിയിൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളത് ഗൗരവത്തോടുകൂടി ആവശ്യപ്പെടുക. നിലമ്പൂരിലേക്ക് നീട്ടിയ മെമു ആദ്യ ദിനത്തിൽ രാത്രി 8:40 ഷൊർണൂരിൽ നിന്ന് പുറപ്പെടും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ആദ്യ ദിവസം മെമു സർവീസ് 5 മിനിറ്റ് നീട്ടുന്നത്. ഞായറാഴ്ച മുതൽ സാധാരണ സമയമായ 8:35 ട്രെയിൻ പുറപ്പെടുക. ശനിയാഴ്ച രാത്രി മുതൽ സർവീസ് ആരംഭിക്കുന്ന ഷൊർണൂർ നിലമ്പൂർ മെമു ആദ്യ ദിവസം 8:40 പുറപ്പെടുകയെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം. ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ആദ്യ ദിവസം സർവീസ് 5 മിനിറ്റ് വൈകി ക്രമീകരിച്ചിരിക്കുന്നത്. ഞായറാഴ്ച മുതൽ സാധാരണ സമയക്രമം അനുസരിച്ച് 8:35 ട്രെയിൻ പുറപ്പെടും. ഉദ്ഘാടന ദിവസം 06-326 നമ്പറുള്ള മെമുവും ഞായറാഴ്ച മുതൽ 66-326 നമ്പറുള്ള മെമുവുമാണ് ഷൊർണൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത്. തിങ്കളാഴ്ച രാവിലെ 3:40 66-325 നമ്പർ മെമു നിലമ്പൂരിൽ നിന്ന് സർവീസ് ആരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മെമു സർവീസിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം. നിലവിൽ വൈകിട്ട് 5:40 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യാത്രയാരംഭിക്കുന്ന മെമു രാത്രി 8:40 ഷൊർണൂരിലെത്തുന്നത്. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള മെമുവിൻ്റെ സമയവും സ്റ്റോപ്പുകളും റെയിൽവേ പുറത്തുവിട്ടെങ്കിലും നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള സമയക്രമം പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും എത്തുന്ന സമയം മാത്രമാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പരുത്തിപ്ര വാടനക്കുറിച്ചി പാതയുടെ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് വിജിലൻസിൽ പരാതി നൽകി. റോഡ് നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണിയിലും അഴിമതിയും ക്രമക്കേടുമുണ്ടെന്നാണ് ഇവരുടെ ആരോപണം. സമഗ്രമായ അന്വേഷണം വിജിലൻസ് നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഷൊർണൂരിൽ നിന്നും പരുത്തിപ്പറ, മുണ്ടായ, മഞ്ഞക്കാട്, വാടനാകുറിച്ചി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാത നവീകരിച്ചത്. ഇതിനു പിന്നാലെ റോഡിൽ തകർച്ചയും രൂപപ്പെട്ടു. വിഷയം ഗൗരവമായി കോൺഗ്രസ് കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. 1,82,00,000 രൂപ ചിലവഴിച്ചാണ് പാത നവീകരിച്ചത്. പാത നിർമ്മാണത്തിൽ മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന കുഴികളടയ്ക്കുന്ന പ്രവൃത്തികളിലും അഴിമതിയും ക്രമക്കേടുമുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ ആവശ്യപ്പെട്ടു. മുനിസിപ്പൽ റോഡിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരസഭ പണി കഴിപ്പിച്ച റോഡാണ് ഷൊർണൂർ മഞ്ഞക്കാട് പരുത്തിപ്പറ റോഡ്. എന്നാൽ ആ റോഡ് പണി കഴിഞ്ഞ് ഏകദേശം 2 മാസം പിന്നിട്ടപ്പോൾ തന്നെ വാഹനങ്ങൾ അതിലൂടെ കടന്നുപോയി. പിന്നീട് കുഴികൾ രൂപപ്പെട്ടു. മഴക്കാലം വന്നതോടുകൂടി റോഡ് മൊത്തം തകരുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. എന്നാൽ ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നും കരാറുകാരനും ഉദ്യോഗസ്ഥരും കൂടി നടത്തിയ അഴിമതിയുടെ ഭാഗമാണ് ഈ റോഡ് തകർച്ചയ്ക്ക് കാരണമെന്നും ഞാനൊരു കൗൺസിൽ അംഗം എന്ന നിലയ്ക്ക് നഗരസഭാ കൗൺസിൽ ഞാനത് അവതരിപ്പിക്കുകയും ബഹുമാനപ്പെട്ട ചെയർമാനും സെക്രട്ടറിയും അടിയന്തരമായി കേടുവന്ന റോഡിൻ്റെ ഭാഗം മുഴുവൻ നീക്കിക്കൊണ്ട് പുതിയ റോഡ് അവിടെ ചെയ്യിപ്പിക്കാൻ കരാറുകാരൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ
ഇന്നലെ അവിടെ കണ്ടത് വെറും ഒരു ലേശം പിന്നിൽ ടാറൊഴിച്ച് ഓട്ടടച്ച് പോകുന്നൊരു സമീപനമാണ് കണ്ടത്. അത് വളരെയധികം ഈ ഷെഡ്യൂൾ ചട്ടങ്ങൾക്കും ഷെഡ്യൂളിൽ പറഞ്ഞ പ്രവൃത്തിക്കും ഘടകവിരുദ്ധമായ പ്രവൃത്തിയാണ് നടക്കുന്നത് എന്നുകൊണ്ട് ഞങ്ങൾ ആ കരാറുകാരനെ ഇന്നലെ ഞങ്ങൾ എതിർക്കുകയും അതിനെതിരായി പാലക്കാട് വിജിലൻസ് DYSPക്ക് രേഖാമൂലം പരാതി നൽകുകയാണ് ഉണ്ടായത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പിടികൂടി ഷൊർണൂർ പോലീസ്. കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച പുലിക്കല്ലൂർ മുളയൻകാവ് പുത്തൻപുരയിൽ മുഹമ്മദ് ഷഫീഖിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 കൂട്ടാളികൾക്കൊപ്പമെത്തി ഒരാളെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് പിടിയിലായ മുഹമ്മദ് ഷഫീഖ്. കുറുവട്ടൂർ ന്യൂ സിറ്റിയിലെ FKFC ക്ലബിൽ നിന്നാണ് അന്ന് പ്രതിയും മറ്റ് 5 പേരും ചേർന്ന് ഈ കേസിലെ പരാതിക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. കേസിലെ 5ാം പ്രതിയാണ് ഷഫീഖ്. കേസുമായി ബന്ധപ്പെട്ട് പ്രതി കോടതിയിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് കോടതി ഷഫീഖിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതി പെരുമ്പിലാവിന് സമീപം ഒരു വാഹന റിപ്പയറിംഗ് കേന്ദ്രത്തിൽ മറ്റൊരു പേരിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ASI K അനിൽകുമാർ, GSCPOമാരായ സജീഷ്, സന്തോഷ് എന്നിവരാണ് പെരുമ്പിലാവിലെ വർക്ക്ഷോപ്പിലെത്തി പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പറളി ഓടനൂർ പതിപ്പാലത്തിന് സമീപം തേങ്ങ എടുക്കാൻ പുഴയിലിറങ്ങി ഒഴുക്കിൽപ്പെട്ട 2 പേരെ മങ്കര പോലീസും നാട്ടുകാരും രക്ഷപ്പെടുത്തി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. ഒഴുക്കിൽപ്പെട്ട 2 യുവാക്കളെയും അരമണിക്കൂറിന് ശേഷമാണ് രക്ഷിക്കാനായത്. പറളി ഓടന്നൂർ പതിപ്പാലത്തിന് താഴെ നാളികേരം എടുക്കാനിറങ്ങിയ ഓടന്നൂർ വടക്കേ വീട്ടിൽ മുരുകേശൻ്റെ മകൻ 35-കാരനായ രഞ്ജിത്ത്, കമ്പ മനക്കമ്പാടം കോട്ടയ്ക്കൽ വീട്ടിൽ മക്കി മുഹമ്മദിൻ്റെ മകൻ മജീദ് എന്നിവരാണ് പുഴയിലെ ഒഴുക്കിലകപ്പെട്ടത്. ഉച്ചയ്ക്ക് 12:30 സംഭവം. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മങ്കര പോലീസ് സബ് ഇൻസ്പെക്ടർ MH സുൽഫിക്കർ, ASI മണികണ്ഠൻ, CPO അഫ്സൽ തുടങ്ങിയവരുടെയും ഓടന്നൂർ ശിവരാമൻ്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. അരമണിക്കൂറിന് ശേഷം 2 യുവാക്കളെയും കരക്കെത്തിച്ച് രക്ഷപ്പെടുത്താനായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വധശ്രമക്കേസ് പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. ചെറുതുരുത്തി സ്വദേശി കൃഷ്ണകുമാർ എന്ന ഉണ്ണിക്കുട്ടനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 17-ന് ഷൊർണൂരിലെ മുൻ ട്രോളിന് സമീപത്തെ കള്ളുഷാപ്പ് പരിസരത്ത് നടന്ന വധശ്രമക്കേസിലെ പ്രതിയാണ് അറസ്റ്റിലായ ചെറുതുരുത്തി സ്വദേശി കൃഷ്ണകുമാർ. അജയകുമാർ, അഭിലാഷ്, ധനേഷ് എന്നിവരെ ഹെൽമറ്റും മരപ്പട്ടികയും ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. ഷൊർണൂർ CI V രവികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പള്ളം നിവാസികളുടെ യാത്രാ ദുരിതം സംബന്ധിച്ച വിഷയത്തിൽ നഗരസഭയ്ക്കെതിരെ BJP നടത്തുന്ന കള്ളപ്രചരണം തിരിച്ചറിയണമെന്ന് ഭരണസമിതി. പ്രദേശവാസികളുടെ യാത്രാ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് 2024 കൗൺസിൽ തീരുമാനപ്രകാരം നഗരസഭ റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നുവെന്ന് ചെയർപേഴ്സൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലം പള്ളം നിവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ റെയിൽവേ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് CPM ലോക്കൽ കമ്മിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിന് പിറകെ നഗരസഭയെ പഴിചേർത്ത് സമരത്തെ മോശപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിക്കാനാണ് BJP നേതാക്കൾ വ്യാപകമായി ശ്രമിച്ചത്. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് നടത്തിയ പ്രസ്താവനകൾ ഇതിന് തെളിവാണ്. ഒറ്റപ്പാലം നഗരസഭയും സംസ്ഥാന സർക്കാരുമാണ് ഇതിന് നേതൃത്വം നൽകേണ്ടതെന്ന് ദുഷ്ടലാക്കോടെയാണ് BJP പ്രസ്താവിക്കുന്നത്. നഗരസഭയിലെ 25-ാം വാർഡിലാണ് റെയിൽവേ സ്റ്റേഷനപ്പുറത്തായി 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത്. ഇവർ വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. ഒരു വശത്ത് റെയിൽവേയും മറുവശത്ത് ഭാരതപ്പുഴയുമാണ്. വലിയ ഒരു സമരം അവിടെ നടക്കേണ്ടായി. സമരത്തെ തുടർന്നാണ് പൊതുജന ശ്രദ്ധ ഈ കാര്യത്തിൽ ഉയർന്നു വന്നത്. പക്ഷെ സമരത്തെ മോശപ്പെടുത്തും വിധത്തിൽ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ പ്രസ്താവനകൾ, ഒറ്റപ്പാലം നഗരസഭയാണ്, കേരളത്തിലെ സർക്കാരാണ് ഈ കാര്യത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന നിലയിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള കള്ളപ്രചരണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകമായി BJPയുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നേതാക്കളാണ് ഇത്തരത്തിലുള്ള കള്ള പ്രചരണം നടത്തുന്നത്. കഥയറിയാതെ ആട്ടം കാണുന്നവരായി BJPയുടെ
ബെസ്റ്റ് പ്രസിഡന്റ് വേണുഗോപാൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ തികച്ചും ദുരുദ്ദേശപരമാണ്. ഒറ്റപ്പാലം നഗരസഭ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെട്ടു വരിക, പ്രത്യേകിച്ച് റെയിൽവേക്ക് അപ്പുറത്തുള്ള 100ഓളം കുടുംബങ്ങൾ അവർ റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്തും റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്തും ഭാരതപ്പുഴയുടെ ഇപ്പുറത്തുമായി ജീവിക്കുന്നവരാണ്. വലിയ പ്രയാസമാണ് അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അവിടെ നടപ്പിലാക്കാൻ റെയിൽവേ അനുമതി നൽകുന്നില്ല. സമീപകാലത്താണ് പ്ലാറ്റ്ഫോമിന് സമീപമുള്ള താമസക്കാർ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന വഴി അടച്ചുകെട്ടുന്ന സാഹചര്യമുണ്ടായത്. ഇതോടെ പ്രദേശത്തെ 2 അംഗൻവാടികളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലായി. നഗരസഭ വളരെ നേരത്തെ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. 2024 ഓഗസ്റ്റിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ പ്രദേശത്തെ താമസക്കാരുടെ യാത്രാദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് കൗൺസിൽ തീരുമാനമെടുത്ത് റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നതാണ്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ പ്രാദേശിക പ്രതിനിധികൾ ഒരു ഇടപെടലും നടത്താതെയാണ് നഗരസഭയെ പഴിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും ചെയർപേഴ്സൺ കെ ജാനകിദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ പറഞ്ഞു. കൗൺസിലർ PA ഫാത്തിമത്ത് സുഹറ, CPM ലോക്കൽ സെക്രട്ടറി IMA റസാഖ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് മണ്ണൂരിൽ മുസ്ലിം ലീഗ് നടത്തുന്നതെന്നും ആ കളി മണ്ണൂരിൽ നടക്കില്ലെന്നും CPI നേതാക്കൾ. CPI ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ ആരോപണം ഇലക്ഷൻ തന്ത്രമാണെന്നും നേതാക്കൾ പറഞ്ഞു. ലീഗിന്റെ നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണ് പഞ്ചായത്തിൽ നടക്കുന്നതെന്നും ഇതിനെയാണ് തങ്ങൾ എതിർക്കുന്നതെന്നും മണ്ണൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ലീഗിന്റെ നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണ് പഞ്ചായത്തിൽ നടന്നപ്പോൾ എതിർത്തതെന്നും വാർഡിൽ ഇല്ലാത്തവരെയും കാലങ്ങളായി സ്ഥിരതാമസമില്ലാത്തവരെയും ചേർത്തുന്നത് കണ്ടാണ് താൻ എതിർത്തതെന്നും CPI ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ പറഞ്ഞു. അതിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച് രാഷ്ട്രീയ നാടകം നടന്നത്. CPI അനധികൃതമായി വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ പരാതി നൽകുകയാണ് നേതാവ് വേണ്ടതെന്നും മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് CPI എന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരല്ലെന്നും CPI നേതാക്കൾ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മെമ്പർ അൻവർ സാദിഖ് നടത്തിയ പ്രസ്താവന CPIക്കും CPIയുടെ ലോക്കൽ സെക്രട്ടറിക്കുമെതിരെയായി. യഥാർത്ഥത്തിൽ പഞ്ചായത്തിൽ എന്താ ഉണ്ടായത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നത്. പഞ്ചായത്തിലുണ്ടായത് 12 വർഷം മുമ്പ് വീട് വിറ്റ് അമ്പലപ്പാറ പുളിഞ്ചോട്ടിലേക്ക് താമസം മാറ്റിയ ഒരു കുടുംബം, അവരെ ഇപ്പോഴും ഇവിടെ മണ്ണൂരിൽ വന്ന് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ നിലനിൽക്കുക. അത്തരം ആളുകളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയ പരാതി നമ്മൾ കൊടുത്തിരുന്നു. അതിൻ്റെ ഹിയറിംഗ് ദിവസം അവർ ഹാജരായില്ല. അപ്പോൾ പിറ്റേ ദിവസം മെമ്പർ അവരെ കൂട്ടിക്കൊണ്ടുവരണം, അവരെ ഇവിടെ തന്നെ നിലനിർത്താൻ വേണ്ടി. ഇവിടെ വീടില്ല, ഉള്ള വീട് വിറ്റു, ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ മറ്റുള്ളവർ വീട് വെച്ചു. മണ്ണൂർ പഞ്ചായത്തിൽ വാടകയ്ക്ക് പോലും താമസമില്ലാത്ത ഒരു ഫാമിലിയുടെ വോട്ട് ഇവിടെ നിലനിർത്തുക എന്ന് പറയുന്നത്. മറ്റ് പഞ്ചായത്തുകളിലെല്ലാമുള്ള മുസ്ലിം ലീഗിൻ്റെ വോട്ടർമാരെ പഞ്ചായത്തിൻ്റെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടത്തിയത്. ഈ ജനാധിപത്യത്തെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അട്ടിമറിച്ചിട്ടുള്ള ശീലം ഇങ്ങനെയാണ്. മണ്ഡലം സെക്രട്ടറി KV ബാബു, CPI ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ, P ബാബു, പിഞ്ചു, രാധാകൃഷ്ണൻ, P രാജേഷ്, TK മണി, K വിജയകുമാർ, KV ദാസൻ, സുധീഷ്, അശോകൻ, സുലൈമാൻ, സുനീർ, രാമദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. തകർച്ചയും പൊടിശല്യവും രൂക്ഷമായ കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിഷയം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നും അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് സമരം ശക്തമാക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ പറഞ്ഞു. തകർച്ചയും പൊടിശല്യവും രൂക്ഷമായ കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് വീണ്ടും ഉന്നയിക്കുന്നത്. രൂക്ഷമായ പൊടിശല്യം മൂലം പല കടകൾ പോലും അടച്ചിടേണ്ട സ്ഥിതിയാണിവിടെ. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം STV വാർത്ത നൽകിയിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ കോൺഗ്രസ് നേരത്തെ വിഷയം അറിയിച്ചതാണ്. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ കാലതാമസം നേരിടുമെന്നാണ് അധികൃതർ നൽകിയ മറുപടിയെന്നും വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും അല്ലാത്ത പക്ഷം കൂടുതൽ സമരം ശക്തമാക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ മുന്നറിയിപ്പ് നൽകി. യാത്രക്കാർക്ക് മഴ വന്നാൽ കുഴിയും മഴ പോയാൽ പൊടിയുമായി യാത്രക്കാർക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പുമായി ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചപ്പോൾ ടെൻഡർ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെല്ലാം കാലതാമസം നേരിടും എന്നൊക്കെ പറഞ്ഞു.
പക്ഷേ ഇത് കാലതാമസം നേരിടേണ്ട ഒരു കാര്യമല്ല. കുളപ്പള്ളി മുതൽ ഷൊർണൂർ വരെയുള്ള വശത്തുമായി ഉള്ള കടകളിലെല്ലാം തന്നെ വളരെയധികം പൊടിശല്യമാണ്. ഒരു ഹോട്ടലിലോ മറ്റൊന്നും പലതും അടച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ടൂ വീലർ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കണ്ണിലേക്ക് പൊടി കയറുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഏത് തരത്തിലായാലും നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഈ പ്രവൃത്തി ചെയ്തു തീർക്കാമെന്ന് വാക്കാൽ ഉറപ്പ് തന്നിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ശക്തമായ സമരങ്ങൾക്ക് വീണ്ടും കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പതിരിപ്പാല മണ്ണൂർ പൊതുമരാമത്ത് റോഡിലെ നടപ്പാതയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. 1-ാം മൈൽ ശ്രീനാരായണ ഗുരുമന്ദിരത്തിന് സമീപത്താണ് റോഡരികിലായി 1.5 മീറ്റർ താഴ്ചയിൽ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ദിനംപ്രതി 25-ൽ പരം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന പാതയിലാണ് വലിയ ഗർത്തം. വാഹനങ്ങൾ സൈഡ് നൽകിയാൽ അപകടം ഉറപ്പ്. ഇതിനകം തന്നെ 2 വാഹനങ്ങൾ കുഴിയിൽപ്പെട്ടിരുന്നു. റോഡിന്റെ വശം ചേർന്നാണ് കുഴി. ഇതിലൂടെയാണ് യാത്രക്കാർ നടന്നു പോകുന്നത്. 1/2 മീറ്റർ വീതിയിലും 1.5 മീറ്റർ താഴ്ചയിലുമുള്ള കുഴിയാണിത്. മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ കുഴി പോലും കാണാനാകില്ല. ജൽജീവൻ പൈപ്പിടാനായി കുഴിച്ച മണ്ണിട്ട് നികത്തിയ ഭാഗത്താണ് ഇത്തരം വലിയ ഗർത്തങ്ങൾ കാണുന്നത്. പ്രവൃത്തി കഴിഞ്ഞാൽ മെറ്റലിട്ട് നികത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന നിയമവും പാലിക്കപ്പെട്ടിട്ടില്ല. ഗർത്തം ഉടൻ മൂടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടി സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. നമ്മളിപ്പോൾ തൽക്കാലം ഒരു വണ്ടി വെച്ചിട്ട് അതിനെ തടസ്സം ചെയ്തിട്ടുണ്ട്, സിലിണ്ടർ വെച്ചിട്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ച് നന്നാക്കി കൊടുക്കാനുള്ളതാണ് നമ്മുടെ ആശയപ്പെടൽ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി കുടക്കുഴിയിൽ അപൂർവ ഇനം നിശാശലഭത്തെ കണ്ടെത്തി. പന്തളത്ത് പ്രസാദിന്റെ വീട്ടുമുറ്റത്തെ പാലമരത്തിലാണ് ശലഭത്തെ കണ്ടത്. അറ്റ്ലസ് മോത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകത്തു തന്നെ ഏറ്റവും വലിപ്പമുള്ള 2 ഇനം ശലഭങ്ങളിൽ ഒന്നിനെയാണ് ഇവിടെ കണ്ടത്. സാധാരണഗതിയിൽ 10 മുതൽ 12 ഇഞ്ച് വരെയാണ് വിടർത്തിയ ചിറകുകളുടെ നീളം. ഈ വിഭാഗത്തിലെ ആൺശലഭങ്ങളെക്കാൾ പെൺശലഭങ്ങൾക്കാണ് വലിപ്പവും ഭംഗിയും കൂടുതൽ. ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് ഇതിനുള്ളത്. ചിറകുകളുടെ മുകളിലെ അഗ്രഭാഗങ്ങളിൽ പാമ്പിൻ്റെ തലയോട് സാമ്യമുള്ള രൂപമുള്ളതിനാൽ നാഗശലഭം, സർപ്പശലഭം എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. സാധാരണ നിത്യഹരിത വനങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. 2 ആഴ്ചയോ കൂടിയാൽ 2 മാസമോ ആണ് ഇവയുടെ വർണ്ണശബളമായ ജീവിതമുള്ളത്. ഈ സമയത്താണ് പ്രജനനം. പ്യൂപ്പയിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ല എന്നതും ഈ ശലഭങ്ങളുടെ പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാങ്കുറിശ്ശി സെന്ററിൽ ഉള്ള SBIയുടെ ATM ശാഖ പ്രവർത്തിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. 1 മാസത്തോളമായി ശാഖ പൂട്ടിക്കിടക്കുകയാണ്. ദിനംപ്രതി 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തി പണം എടുക്കാനാകാതെ വിഷമിക്കുന്നത്. ദിനംപ്രതി 100 കണക്കിന് ആളുകൾ ഇവിടെ എത്തി പണം എടുക്കാനാകാതെ വിഷമിക്കുകയാണ്. വർഷങ്ങളായി ഈ ശാഖ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ATM ശാഖ അടഞ്ഞുകിടപ്പായതോടെ പണം എടുക്കാനെത്തുന്നവർ വിദൂരങ്ങളിലുള്ള ശാഖകളിലാണ് പോയി വരുന്നത്. മങ്കര SBIയുടെ കീഴിലാണ് ATM കൗണ്ടർ പ്രവർത്തനം. ബാങ്ക് അധികൃതർ ഈ വിഷയം ഗൗരവമായി കാണുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ കൗണ്ടർ ഉള്ളതിനാൽ മറ്റു സ്വകാര്യ ബാങ്ക് അധികൃതരുടെ ATM കൗണ്ടർ പോലും ഇവിടെ തുടങ്ങാൻ കഴിയുന്നില്ല. ഓണം അടുത്തിരിക്കെ ജനങ്ങൾ ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ട അവസ്ഥയിലാണ്. ഓണത്തിന് മുൻപ് തന്നെ കൗണ്ടർ പ്രവർത്തിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ജനകീയ ആവശ്യം. ഇതേ തുടർന്നാണ് നാട്ടുകാർ ATM കൗണ്ടറിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചത്. AV മുകുന്ദദാസ്, KH ഹക്കീം, ശംസുദ്ദീൻ മാങ്കുറിശ്ശി, VK ശശിധരൻ, VT മോഹൻദാസ്, KK രാധാകൃഷ്ണൻ, P ഷരീഫ്, PP ജോൺ, വിശ്വനാഥൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ ഈ മാങ്കുറിശ്ശി SBIയുടെ SBT മറ്റേ ATMനെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിൽ നിന്നും ഒരു 3-4 പഞ്ചായത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് ആൾക്കാർ ഇവിടുന്ന് വന്ന് പൈസ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് എന്ത് പറ്റിയെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളെങ്കിലും ഇതിലേക്ക് കടന്നു വരുമായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു വെച്ചപ്പോൾ കുറേ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ചായിട്ട് 1 മാസത്തോളമായിട്ട് പരിപൂർണമായിട്ട് അത് നിശ്ചലായ മട്ടാണ്. അപ്പോൾ ഈ സംഭവം ഇവിടെ ഉണ്ടായതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വിചാരിച്ചാൽ മറ്റുള്ള പ്രൈവറ്റ് സംഭവങ്ങളൊന്നും ഇതിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ട് ഇത് ഓണക്കാലമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ലേഷൻ അങ്ങേയറ്റം നടക്കേണ്ട ഒരു കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിദ്യാർത്ഥിയുടെ സത്യസന്ധത. നഷ്ടപ്പെട്ട സ്വർണ്ണമോതിരം ഉടമയ്ക്ക് തിരിച്ചു നൽകി. കുത്താമ്പുള്ളി പഴശ്ശിരാജ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ അശ്വന്തിന് ആണ് മോതിരം കളഞ്ഞു കിട്ടിയത്. അശ്വന്ത് മോതിരം കോട്ടായി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. അശ്വന്തിന് വഴിയിൽ നിന്നും കിട്ടിയ സ്വർണ്ണമോതിരം കോട്ടായി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു.
സ്റ്റേഷനിൽ വച്ച് സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ സാന്നിധ്യത്തിൽ മോതിരം ഉടമയായ നടുവത്തപ്പാറ അക്കരപ്പറമ്പിൽ വാസുവിന്റെ മകൻ സുമേഷിനെ കൈമാറി. കുത്തമ്പള്ളി പഴശ്ശിരാജ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അശ്വന്ത്. വിദ്യാർത്ഥിയുടെ സത്യസന്ധതയിൽ കോട്ടായി സ്റ്റേഷനിലെ പോലീസുകാർ അഭിനന്ദനം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാരാമെഡിക്കൽ കോഴ്സുകൾ ഉൾപ്പെടെ ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും നടത്തുന്നത് യൂണിവേഴ്സിറ്റി മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് ഓൾ ഇന്ത്യ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് ആൻഡ് കൺസലേഴ്സ് അസോസിയേഷൻ ദേശീയ സെക്രട്ടറി ഖലീൽ ഷാ. വിദ്യാർത്ഥികൾ പറ്റിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ഖലീൽ ഷാ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാരാമെഡിക്കൽ കോഴ്സുകൾ ആശുപത്രിയുമായി ചേർന്നാണ് നടത്തേണ്ടത്. കോഴ്സുകൾ നടത്തുന്നതിന് യൂണിവേഴ്സിറ്റികൾ നിയമങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ പല കോഴ്സുകളും പീടികമുറിയുടെ വലിപ്പത്തിലുള്ള വാടക കെട്ടിടങ്ങളിലാണ് നടക്കുന്നത്. ഉത്തരേന്ത്യൻ ലോബികളാണ് കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് കോഴ്സുകൾ നടത്തുന്നത്. ഇത്തരം കോഴ്സുകൾക്ക് അംഗീകാരമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ വഞ്ചിക്കപ്പെടുകയാണെന്നും ഖലീൽ ഷാ പറഞ്ഞു. അലൈഡ് സയൻസ് കോഴ്സസും BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സസ് ലൈക്ക് ഫിസിയോതെറാപ്പി, BOT, ഓക്യുപേഷണൽ തെറാപ്പി, ഡിപ്ലോമ നഴ്സിംഗ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ആ ജൂറിസ്ഡിക്ഷൻ ലിമിറ്റിലുള്ള കോളേജുകളും യൂണിവേഴ്സിറ്റികളും മാത്രമായിട്ട് റെഗുലർ പ്രോഗ്രാമായിട്ട് നടത്തണമെന്നുള്ളതാണ് UGCയുടെ നിയമം. ഒരു 4-5 കൊല്ലം മുമ്പ് ഒരുപാട് കോഴ്സുകൾ അങ്ങനെ നടത്തിയിരുന്ന കോളേജുകളെ ക്യാൻസൽ ചെയ്ത് അത് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റി നടത്താൻ പറ്റില്ല, അങ്ങനെയുള്ളിടത്ത് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ വേണം, ആ ഹോസ്പിറ്റലിൽ ആ ജൂറിസ്ഡിക്ഷനുള്ളിൽ തന്നെ നടത്തണം എന്നുള്ള റൂൾ ഉണ്ടായിരുന്നു. ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ പ്രൂവ് ഇറ്റ് വിത്ത് എവിഡൻസ്. ഓരോ ഡിസ്ട്രിക്റ്റിലും മിനിമം 20 നിന്ന് 30 നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് വേറെ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാണ്ട് കടമുറികൾ വാടകയ്ക്കെടുത്ത് കുട്ടികൾക്ക് ഈ കോഴ്സുകളിൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. നഴ്സിംഗ് കണക്കും അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കണക്കും അല്ലെങ്കിൽ അലൈഡ് സയൻസിൽ കാർഡിയാക് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ട് ഹോസ്പിറ്റൽ എക്സ്പോഷർ ഇല്ലാണ്ട് പറ്റില്ല. ഇങ്ങനെ UGCയുടെ ഒരു നോട്ടിഫിക്കേഷൻ നിലവിൽ നിൽക്കെ തന്നെ പാലക്കാടും മലപ്പുറവും ജില്ലകളിൽ 3000-4000 കുട്ടികൾ ഇതേ കോഴ്സുകളിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവരുടെ കൗൺസിലിൽ പോകുമ്പോൾ കൗൺസിൽ അംഗീകരിക്കുന്നില്ല ഈ സർട്ടിഫിക്കറ്റുകളൊന്നും. ഭാരവാഹികളായ സനീഷ് പുളിഞ്ചോട്, പ്രതീഷ് ഗോകുലൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലാ ലൈബ്രറിയുമായി ചേർന്ന് നടത്തുന്ന അഹല്യ സാഹിത്യോത്സവം ഓഗസ്റ്റ് 25-26 തീയതികളിൽ അഹല്യ ക്യാമ്പസിൽ നടക്കും. കലാസാഹിത്യ സാംസ്കാരിക മേഖല ആഴത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലാണ് സാഹിത്യോത്സവം ചിട്ടപ്പെടുത്തുകയെന്ന് സ്വർലയ സെക്രട്ടറി TR അജയൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാധ്യമം, ചലച്ചിത്രം, സംഗീതം, സാഹിത്യം, പ്രകൃതി, നൃത്തം തുടങ്ങിയ ശാഖകളിൽ സംവാദവും അവതരണവും നടക്കും. ഓരോ മേഖലയിലെയും പ്രഗത്ഭരോടൊപ്പം നവാഗതരും പങ്കെടുക്കുമെന്ന് TR അജയൻ അറിയിച്ചു. 2 ദിവസവും കലാസന്ധ്യയും ഉണ്ടാകും. അവരുടെ രണ്ടാമത്തെ സാഹിത്യോത്സവമാണ് എലീഫ് 2025. മാത്രമല്ല സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്നതിനു വേണ്ടിയും അത് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയും അവർ നടത്തുന്ന പരിപാടികൾ, അതിൻ്റെ ഡയറക്ടർ കൂടിയാണ്, ഹെറിറ്റേജിൻ്റെ ഡയറക്ടർ കൂടിയാണ് സാർ. ആ ഡീറ്റെയിൽസൊക്കെ അദ്ദേഹം പറയും. പക്ഷേ കേരളത്തിൽ ഒരിടത്തും ഇത്രയും മാത്രം സ്ഥലം ഇതിന് വേണ്ടിയിട്ട് ഒരു വ്യവസായ സ്ഥാപനം മാറ്റി വെച്ചത് ഇല്ല എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കും. ആ ഹെറിറ്റേജിൻ്റെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് സംസ്കാരത്തിൻ്റെ വിഭിന്ന മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അലിഫ് 225 അരങ്ങേറുന്നത്. ഡയറക്ടർ ഡോക്ടർ RVK വർമ്മ, HR മാനേജർ അഡ്വക്കേറ്റ് ഗണം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റലി. സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ എന്ന ചോദ്യവുമായാണ് ഇന്ന് മാറ്റുലി പൊതുജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. പ്രതികരണങ്ങൾ കാണാം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സുപ്രധാന സാമൂഹ്യ പ്രവർത്തനമാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ സംശുദ്ധരായിരിക്കണം. അവർക്കെതിരെ ബഹുസ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ നമ്മൾ വഹിക്കുന്ന ജനാധിപത്യ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം. അതൊരു ധാർമ്മികതയാണ്. ധാർമ്മികതയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹമെങ്കിൽ സ്വന്തം സ്ഥാനങ്ങൾ, ജനങ്ങളാൽ ലഭിച്ച സ്ഥാനം രാജിവെക്കണം. അതാണ് എൻ്റെ കൃത്യമായ അഭിപ്രായം.
രാഹുൽ മാങ്കൂട്ടത്തിലിന് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി ചിലപ്പോൾ രാജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രാജിയുടെ നമ്പർ ഒന്ന് തരാമോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കും. അത്രത്തോളം അതപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു പാലക്കാട്ടുകാർ. രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്ത പാലക്കാട്ടുകാർ തലകുനിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ ഇനിയിപ്പം പ്രിയങ്ക ഗാന്ധിയുടെ ഇൻബോക്സിലും ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിലും ഒക്കെ കാണും അരെ ക്യാ ജാഡ ഹേ ക്യാ സുന്ദർ ഹേ ഹൂം എന്നൊക്കെ. അപ്പം ഇത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജിയുടെ നമ്പർ ചോദിക്കാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് അദ്ദേഹം MLA സ്ഥാനം വൈകാതെ തന്നെ ഒഴിയണം എന്നുള്ളത് തന്നെയാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധങ്ങൾ തീർത്തും ജുഗുപ്സാവഹമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ഏത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് വരെ രാജിവെക്കേണ്ട ആവശ്യം നിലവിലില്ല. ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത മാധ്യമങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്ന ചില സ്ത്രീകളുടെ ആരോപണത്തിന്റെ ഫലമായി അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. വോൾട്ടേറിന്റെ ഒരു മനോഹരമായ വാക്കുണ്ട്, നിങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ നിങ്ങളുടെ പ്രവർത്തിക്കാനുള്ള, നിങ്ങളുടെ ചെയ്യാനുള്ള, നിങ്ങളുടെ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ എന്റെ ജീവൻ കൊടുത്തും സംരക്ഷിക്കും എന്നുള്ളത്. പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട യാതൊരു രീതിയിലുള്ള ആവശ്യവും നിലവിലില്ല. അതിനെ അനുകൂലിക്കുകയാണ് വേണ്ടത്. ഉഭയസമ്മതത്തോടുകൂടി പരസ്പര ബന്ധത്തിൽ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നിയമപരമായി തെറ്റാണോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാട്സപ്പ് കൂടി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, വാട്സപ്പിലൂടെ ആയിരിക്കില്ല. അപ്പോൾ ഉഭയസമ്മതത്തോടുകൂടി ഉണ്ടായ ഒരു സംവിധാനത്തെ, പിന്നെ അതുമല്ല ഇത് നിയമപരമായിട്ട് അദ്ദേഹം തെറ്റാണോ, കോടതിയിൽ നിയമപരമായിട്ട് അദ്ദേഹം ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കാൻ ഇവിടെ ഒരു ഭരണ സംഹിതയുണ്ട്, ഒരു കോടതിയുണ്ട്, ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഈ നീതിന്യായ വ്യവസ്ഥ അദ്ദേഹം ചെയ്ത് തെറ്റാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനോട് കൊടും ക്രൂരത. 6 ദിവസത്തോളം അടച്ചിട്ട മുറിയിൽ പട്ടിണിക്കിട്ട് മർദ്ദിച്ചു. സംഭവം ഊർക്കുളം കാടിന് സമീപം അനധികൃതമായി പ്രവർത്തിക്കുന്ന ഫാം സ്റ്റേയിൽ. യുവാവിനെ മോചിപ്പിച്ചത് ആദിവാസി ദളിത് സംഘടനാ നേതാക്കളും ജനകീയ വികസന മുന്നണി പ്രവർത്തകരും ചേർന്ന്. ഹോം സ്റ്റേ, മദ്യം, മയക്കുമരുന്ന് അനാശാസ്യ കേന്ദ്രം, പ്രായപൂർത്തിയാകാത്തവരുൾപ്പെടെ നിരവധി വടക്കേ ഇന്ത്യൻ പെൺകുട്ടികളെയും SC/ST സംഘടനാ നേതാക്കൾ മോചിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് VK ശ്രീകണ്ഠൻ MP. പരാതിക്കാരി അവഹേളിക്കുന്നത് തന്റെയും കോൺഗ്രസിന്റെയും സംസ്കാരമല്ല. തന്നെ സ്ത്രീ വിരോധിയായി ചിത്രീകരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചെന്നും VK ശ്രീകണ്ഠൻ. സൈബർ ആക്രമണത്തിനെതിരെ കോൺഗ്രസ് നേതാവ് T സിദ്ദിഖ്. വില കുറഞ്ഞ ശൈലിയായ സൈബർ ആക്രമണം ഭീരുത്വം. സൈബർ ആക്രമണത്തിനെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും T സിദ്ദിഖ്. വടക്കന്തറ വ്യാസ വിദ്യാപീഠം പ്രൈമറി സ്കൂളിൽ പൊട്ടിത്തെറിച്ച സ്ഫോടക വസ്തു RSS നിർമ്മിതമെന്ന CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. സ്കൂളിനരികിലെ RSS കാര്യാലയം റെയ്ഡ് ചെയ്താൽ മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്താനാകും. വിദ്യാലയത്തിൽ ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ സ്കൂൾ മാനേജറെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DDE ഓഫീസിലേക്ക് CPM മാർച്ച്. കോലവും കുറ്റിച്ചൂലുമായി പാലക്കാട് MLA ഓഫീസിലേക്ക് AIYF മഹിളാ സംഘം മാർച്ച്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു. MLAയെ കുറ്റിച്ചൂൽ കൊണ്ട് അടിച്ചു പുറത്താക്കുമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ BJP നേതൃത്വത്തിലും പ്രതിഷേധം. ഷൊർണൂർ പരുത്തിപ്ര വാടനകുറിശി റോഡ് തകർച്ച. നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച വിജിലൻസിന് കോൺഗ്രസിന്റെ പരാതി. നിർമ്മാണം പൂർത്തിയായി 1 വർഷം പിന്നീട് മുമ്പ് റോഡ് തകർന്നത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം. തകർച്ചയും പൊടിശല്യവും രൂക്ഷമായ കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ അടിയന്തര അറ്റകുറ്റപ്പണി നടത്തണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പള്ളം നിവാസികളുടെ യാത്രാ പ്രതിസന്ധി സംബന്ധിച്ച് BJP ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഒറ്റപ്പാലം നഗരസഭ. റെയിൽവേ വഴിയടച്ച സംഭവത്തിൽ നഗരസഭയ്ക്കെതിരെ BJP രംഗത്ത് വന്നത് ദുഷ്ടലാക്കോടെ. വഴി പ്രശ്നത്തിൽ 2024 നഗരസഭ കൗൺസിൽ തീരുമാനപ്രകാരം റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നുവെന്ന ചെയർപേഴ്സൺ. കാര്യങ്ങൾ അറിഞ്ഞിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ആക്ഷേപം.
വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. പെരുമ്പിടാവിൽ നിന്ന് പിടികൂടിയത് മുളയങ്കാവ് സ്വദേശി മുഹമ്മദ് ഷഫീഖ്. വധശ്രമക്കേസിൽ പ്രതിയായ ചെറുതുരുത്തി സ്വദേശിയും ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. പറളി ഓടന്നൂരിൽ പതിപ്പാളത്തിന് സമീപം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 പേരെ മങ്കര പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.